യൂണിറ്റ് 1 എഴുത്തകം. ഫിസിക്സിലെ പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് എന്നെ പ്രചോദിപ്പിച്ചത് അന്നത്തെ മലയാളം ക്ലാസ്സുകളായിരുന്നു. ECG സുദർശന്റെ ഈ വരികളിലൂടെ മാതൃഭാഷയുടെ പ്രാധാന്യം വ്യക്തമാകുന്നു. പുതിയ ആശയങ്ങളുടെ രൂപീകരണത്തിന് മാതൃഭാഷാ പഠനം സഹായിക്കുന്നു. സർഗാത്മകമായ കണ്ടെത്തലുകൾക്ക് മാതൃഭാഷ വഴികാട്ടുന്നു. ശാസ്ത്ര പഠനത്തെ മാതൃഭാഷ എളുപ്പമാക്കുന്നു. ഒരു ആശയത്തിന്റെ സൂക്ഷ്മതകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ മാതൃഭാഷാ പഠനം സഹായിക്കുന്നു. പാഠം 1 കണ്ണാടി കാൺമോളവും. എഴുതിയത് എഴുത്തച്ഛൻ. മഹാഭാരതം സംഭവ പർവ്വത്തിലാണ് ശകുന്തളോപ്യാനം ഉള്ളത്. ഗാന്ധർവ വിധി പ്രകാരം തന്നെ വിവാഹം ചെയ്ത ദുഷ്യന്തന്റെ രാജധാനിയിൽ ശകുന്തള പുത്രനോടൊപ്പം എത്തുന്നു. എന്നാൽ ശകുന്തളയെ തിരിച്ചറിയാത്ത ദുഷ്യന്തൻ അവളെ അധിക്ഷേപിക്കുന്നു. വലിയ അഹങ്കാരികളായ സ്ത്രീകളുണ്ടെന്ന് കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ നാം കാണുന്നു. വ്യഭിചാരിണിയായ നീ കുലീന സ്ത്രീയെപ്പോലെ സംസാരിക്കുന്നത് നിർത്തുക. സ്വർണവും രത്നങ്ങളും ആഭരണവും വസ്ത്രവുമൊക്കെ ഞാൻ വേണ്ടുവോളം തരാം. അവ വാങ്ങി നിനക്ക് യോജിച്ച ദിക്കിലേക്ക് പോയിക്കൊള്ളുക. കോകില നാരി പോലെ നീയും പരിഭ്രതയാണല്ലോ. നിന്നോട് ഒരിഷ്ടവും എനിക്കില്ല. ദുഷ്യന്തന്റെ വാക്കുകൾ സഹിക്കാനാവാതെ ശകുന്തള മറുപടി പറയുന്നു. അന്യരുടെ കടുകുമണിയോളം ദോഷങ്ങൾ കണ്ട നീ വലിപ്പമേറിയ സ്വന്തം ദോഷങ്ങൾ തിരിച്ചറിയുന്നില്ല. പണ്ഡിതരാണെന്ന് ഭാവിക്കുന്നവരുടെ സ്ഥിരം സ്വഭാവമാണിത്. രാജാവായ നിന്റെ ജന്മത്തേക്കാൾ ശ്രേഷ്ഠമാണ് എൻ്റെ ജന്മം. ഭൂമിയിലും ആകാശത്തിലും സഞ്ചരിക്കാൻ കഴിയുന്ന ഞാനും നീയും തമ്മിൽ വലിയ പർവ്വതവും കടുകും തമ്മിലുള്ള അന്തരമുണ്ട്. സത്യം മനസ്സിലാക്കാൻ ജ്ഞാനമില്ലാത്ത രാജാവ് കണ്ണാടി കാണുന്നതുവരെ തൻ്റെ മുഖമാണ് ഏറെ സൗന്ദര്യമുള്ളത് എന്ന് വിചാരിക്കുന്ന വിരൂപകന്മാരെ പോലെയാണ്. മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ നടക്കുന്നവർ സ്വന്തം കുറ്റം കാണുന്നില്ല. നല്ലയാളുകൾ സ്വഭാവഗുണം കൊണ്ട് കുറ്റമുള്ളവരെ പോലും നിന്ദിക്കുന്നില്ല. നിത്യവും നല്ല ജലത്തിൽ കുളിക്കുന്ന ആന മണ്ണിൽ കുളിക്കുമ്പോൾ ഏറെ സന്തോഷിക്കുന്നു. നല്ലവരെ നിന്ദിക്കുന്നതിലൂടെ ദുർജനം സന്തോഷിക്കുന്നു. സത്യവും ധർമ്മവും ഉപേക്ഷിച്ച പുരുഷനെ ക്രൂതനായ സർപ്പത്തേക്കാൾ പേടിക്കണം. അങ്ങനെയുള്ളവരോട് അറിവുള്ളവർ നല്ല കാര്യങ്ങൾ പറഞ്ഞാലും അവർ മനസ്സിലാക്കില്ല. നല്ലവൻ എപ്പോഴും നല്ലതു മാത്രമേ ഗ്രഹിക്കുള്ളൂ. അരയന്നം വെള്ളം മാറ്റി പാൽ കുടിക്കുന്നത് പോലെയാണത്. ശകുന്തള ദുഷ്യന്തന് മറുപടി നൽകവേ ഒരശരീരി കേട്ടു. നിന്റെ പുത്രനെ സ്വീകരിക്കുക. ദേവസ്ത്രീക്ക് തുല്യയായ ശകുന്തളയെയും സംരക്ഷിച്ചു കൊള്ളുക. ഈ പുത്രൻ ഭരതൻ എന്ന് അറിയപ്പെടും. ദേവന്മാർ അരുൾ ചെയ്തു. ഇതോടെ രാജാവ് ശകുന്തളയെയും പുത്രനെയും സ്വീകരിക്കുകയും അവർ സന്തോഷത്തോടെ കഴിയുകയും ചെയ്തു.